നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഒരു മയക്കുമരുന്ന് സംഘം, ദേവരാജന്റെ കീഴിലുള്ള മയക്കുമരുന്ന് സംഘമാണ്. അവർ കുറെ ഗുണ്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവന്മാര് ഒരു പാവം പിടിച്ച ചെക്കനെ കൊണ്ട് കൊല്ലാക്കൊല ചെയ്യുവാണ്. അവന് ഇൻഫർമേഷൻ കൊടുത്തു പോലീസിന്. അപ്പൊ അതായിരുന്നു അവൻ ചെയ്ത കുറ്റം. എടാ, നീ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തില്ലേ? നിനക്ക് കോളേജിൽ പഠിക്കാൻ വന്ന മര്യാദയ്ക്ക് പഠിച്ചാ പോരെ. മറ്റുള്ളവരെ കുറിച്ച് നീ എന്തിനാടാ ഇങ്ങനെ? അവന്റെയൊക്കെ ഒരു ഓപ്പറേഷൻ തൂഫാൻ കാരണം അവനൊക്കെ കൊടുത്തിരിക്കുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു, എന്നെ വെറുതെ വിടണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇനി ഇതൊന്നും ആവർത്തിക്കില്ല. എടാ, തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഇതിന്റെ സുഖമൊന്ന് നീയും അറിയണം, നീ ഒന്ന് അറിയാൻ പറഞ്ഞ് ബലമായിട്ട് കയ്യിലേക്ക് പിടിച്ചു. അതങ്ങനെ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ വേണ്ട, എന്നെ വെറുതെ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് അവൻ കിടന്ന് അലറി വിളിക്കുകയാണ്. ആ സമയം ദേവരാജൻ അയാളെ പൂജാമുറി ഭയങ്കര പൂജയിലാണ്. എന്റെ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. ഇത് ഏതവനായി കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നേ. ദേവരാജൻ പതുക്കെ എഴുന്നേറ്റ് അവന്മാരുടെ അടുത്തേക്ക് വരുവാണ്. എടാ, എന്താടാ ഇവിടെ ഒച്ചപ്പാടും വെള്ളമൊക്കെ? അത് പിന്നെ സാറേ, ഇത് കണ്ടോ, ഇവ സമ്മതിക്കുന്നില്ല. ഇവനാണല്ലേ നമ്മളെ ഒറ്റിക്കൊടുത്ത പോലീസിന്. എടാ കൊച്ചനെ, നിനക്ക് ഇതിന്റെ സുഖം അറിയത്തില്ലാത്തോണ്ടാ ഞാൻ പോലും വലിയ ഭക്തനായി തീർന്ന് ഇങ്ങനെ ഈ വിധമായി തീർന്ന് എങ്ങനെയാണെന്നറിയാവോ? ഒരു ദിവസം ഇത് കൂട്ട് കുറച്ച് ഞാൻ എൻ്റെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഒരു 10 മിനിറ്റത്തേക്ക് ഞാൻ കാണാത്ത ലോകങ്ങൾ മുഴുവൻ കണ്ടു. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ആയി തീരണം തോന്നി. അതാടാ ഞാൻ ഇങ്ങനെയായി തീർന്ന. ഈ കണ്ട സാമ്രാജ്യം എല്ലാം കെട്ടിപ്പടുത്ത് ഞാൻ അറിയാലോ. അപ്പൊ നീ എന്നെ പതുക്കെ പോലീസിനോട് ഒറ്റിക്കൊടുത്തു. നിനക്ക് ഇതിന്റെ സുഖം അറിയത്തില്ല. നീ ഇതിന്റെ സുഖം എന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. അയ്യോ, എന്നെ ഒന്നും കൊല്ലല് സാറേ, എന്നെ ഒന്നും ചെയ്യില്ല. എടാ, നിന്നെ കൊല്ലാനോ? ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. നിന്നെ കൊല്ലാനും തിന്നാനും ഒന്നും അല്ല ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ. ഇതിന്റെ സുഖം നീ ഒന്ന് അറിഞ്ഞാ മതി. ഒരു തവണ ഇതിന്റെ സുഖം ഒന്ന് അറിഞ്ഞാ പിന്നെ നീ പിന്നാലെ വരൂടാ. അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് ഇനി പോലീസിനെ ഒറ്റിക്കൊടുക്കാനുള്ള ഇതൊന്നും തോന്നത്തും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനാണെങ്കിൽ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. എടാ, നിന്നെ പോലെയുള്ള കുറെ പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട്. അവന്മാരൊക്കെ എന്റെ വരുതിയില്ല, നിനക്കറിയാലോ. പഠിക്കാൻ വന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോയാ പോരെ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് ഇനിയിപ്പോ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ ആകെപ്പാടെ പെട്ടിരിക്കുമ്പോഴത്തേനും ദേവരാജൻ എന്ത് ചെയ്തു, സിറിഞ്ചിനകത്തേക്ക് മരുന്ന് നിറയ്ക്കുവാണ്. അപ്പം പോലീസിന് ഒറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസ് റെയ്ഡിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേദ, സബ് കളക്ടർ വേദ ആ കൂടെ തന്നെ ഉണ്ട്. വേദ റെയ്ഡിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം തരുൺ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഒരു പോലീസ് ജീപ്പിന്റെ സൈറൺ കേൾക്കുന്നത്. പിന്നെ പല കുറെ പോലീസുകാര്. അങ്ങനെ ദേവരാജൻ പതുക്കെ ഇറങ്ങി നോക്കുമ്പോൾ സബ് കളക്ടറുടെ ബോർഡും ഉണ്ട്. അപ്പൊ സബ് കളക്ടറും ഉണ്ട്. അങ്ങനെ ഒടുവിൽ ദേവരാജൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ സബ് കളക്ടറുടെ ബോർഡ് വെച്ച് ആ കാരണത്തുനിന്ന് വേദ ഇറങ്ങുവാണ്. വേദ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദേവരാജൻ പറഞ്ഞു, വരണം മാഡം, മാഡത്തിനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. മാഡം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേറൊരു ഉദ്യോഗസ്ഥന്റെ ഫോൺ ബെല്ലടിച്ചു. മാഡത്തിനുള്ള കോള എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേറൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഫോൺ കൊടുത്തിട്ട് സാറ് വിളിക്കുന്നു പറഞ്ഞും കൂടി കൊടുത്തു. അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് വേദയുടെ മേലുദ്യോഗസ്ഥനായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വേദ പറഞ്ഞു, മുടിയാതെ സാർ, നടക്കില്ല. ഇതിന്റെ ക്യാമറയും ഇതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ക്യാമറ പകർത്തുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സാറിന് അത് അയച്ചു തരാം. അതും കൂടെ കണ്ട് സാർ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. കാരണം അയാള് വേദയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ്. വേദ അവിടെ നിന്ന് റെയ്ഡ് നടത്താതെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ദേവരാജന്റെ കൂടെയാണ് ഈ പറഞ്ഞ എല്ലാവരും. പക്ഷെ വേദ സമ്മതിച്ചില്ല. അങ്ങനെ ഫോണും കൂടെ തിരികെ കൊടുത്തു. എന്നിട്ട് ബാക്കി കൂടുന്ന പോലീസുകാരോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തുവാണ്. പിന്നീട് ആ ചെറുപ്പക്കാരനെ പോയി രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം വേദ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ദേവരാജൻ വേദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. വേദ ഒട്ടും മടിച്ചില്ല. തിരിഞ്ഞ് അവന്റെ കാരണത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും അതിലൊരുത്തൻ എന്ത് ചെയ്തു, വേദ ഉപദ്രവിക്കാൻ വരുമ്പോഴത്തേനും കൂടാതെ പോലീസുകാര് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് താഴെ വീണ് പൊട്ടി. ആ സമയം വേദ പറഞ്ഞു, എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യണം, ഒന്നിനെയും വെറുതെ വിടല്ലേ, ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം എടുത്തോണമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങാനും എതിർക്കാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഷൂട്ട് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് വേദ പോയി കാറിലേക്ക് കയറി തരിച്ചു നിൽക്കുവാണ് ദേവരാജൻ പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അയാൾ കരുതിയത് വേദയെ സ്വാധീനിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേദയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് വേദയെല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞു.
അങ്ങനെ പിന്നീട് വേദ വീട്ടിലേക്ക് വരുമ്പോൾ തരുണ് സേതുലക്ഷ്മിയമ്മയൊക്കെ ആകപ്പാടെ അസ്വസ്ഥയായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ വേദയെ കണ്ടു കഴിഞ്ഞപ്പോൾ സേതുലക്ഷ്മിയമ്മ ചോദിച്ചു, മോളെ നീ ഇതെന്ത് പരിപാടിയെ കാണിച്ചേ? നീ ഈ റെയ്ഡിന് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മേ ഞാൻ പോയതുകൊണ്ട് എന്താ പ്രശ്നം? തരും പറഞ്ഞു, വേദ ഇത് റിസ്ക് ഉള്ള കാര്യമാണ്, നിനക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. റെയ്ഡ് നടത്താൻ പോലീസും അവരൊക്കെ ഉണ്ടല്ലോ, എക്സൈസും ഒക്കെ ഉണ്ടല്ലോ, അവർ റെയ്ഡ് നടത്തില്ലേ? അതെ തരുൺ സാറിന് അറിയത്തില്ലാത്ത കാര്യമാണോ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് പോവാനുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയാൻ വേറെ. എങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. കാരണം ഒരു കുട്ടിയുടെ ജീവൻ ആപത്താന്ന് കണ്ടു. ഒരു പക്ഷെ ഞാൻ ബാക്കി എല്ലാവരും അറിയിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേനും ആ കുട്ടിയുടെ ജീവൻ പോയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല, അപ്പം തന്നെ അങ്ങോട്ട് പോയി. അത് കേട്ടപ്പോൾ തരും പറഞ്ഞു, ശരിയൊക്കെ തന്നെ. പക്ഷെ ആ ദേവരാജനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അയാള് ലോക്കപ്പിൽ കയറാതെ അതിന്റെ വാതിക്കൽ എത്തിയപ്പോൾ തന്നെ അയാൾ പോയി. പിന്നെ പിടികൂടിയ സാധനങ്ങൾ തൊണ്ടി മുതല് അതൊക്കെ നഷ്ടപ്പെടുത്തല്ലേ ഉള്ളൂ. അതൊക്കെ റേഡി പിടിച്ചെടുത്താലും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇന്നും പറഞ്ഞോണ്ട് എനിക്ക് ചെയ്യേണ്ടതായ കടമകൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ തരും പറഞ്ഞു, അതെ ഞാനും കുറെ ഇങ്ങനെ ജോലി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഇതുപോലെയുള്ള അവന്മാരെ പൂട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേനുമാണ് ഗേരിമോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതെ എൻ്റെ റിസ്കിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം അവർ മൂന്നുപേരും അന്തം വിട്ടു. എന്ത് റിസ്ക്? ഈ അമ്മയെല്ലാം മറന്നു. അതെ എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ? അമ്മ അത് വല്ലതും ഓർക്കുന്നുണ്ടോ? അമ്മയ്ക്കും അച്ഛനും എൻ്റെ കാര്യത്തിൽ ഒരിതും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ആര് പറഞ്ഞില്ലാന്ന്? അതൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മോൾക്ക് സ്റ്റോറി പറയാനുള്ള കാര്യങ്ങളൊക്കെ. സത്യമാണോ പറയണേ? അതേന്നേ, അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ. അതെ അമ്മ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് മോൾക്ക് കഥ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേദ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും തരുൺ മോളെ വാരിയെടുത്തു. അതെ ഇനി ഈ പപ്പാടെ എന്ത് സഹായം മോൾക്ക് വേണ്ടത്? എനിക്ക് ഒരു സഹായം വേണം. എന്താ? അതെ KG2 ആ നീന കുറുപ്പുണ്ട്. നീന കുറുപ്പിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത്? അവൾക്കൊരു വിലയില്ലെന്ന് എന്നെ. ഞാൻ പോലീസുകാരന്റെ മോളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വിലയില്ല. അവൾക്കിട്ട് 2 എണ്ണം ഇട്ട് കൊടുക്കണം. കൊടുക്കാനാ? അവൾക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? വേണ്ട വേണ്ട. അതെ അച്ഛൻ ചെന്നിട്ട് അവളുടെ മൂക്കിടിച്ച് പരത്തണം. ഞാനാ? പിന്നല്ലാതെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തോളാം. എന്നിട്ട് അച്ഛനെ ടീച്ചർ വിളിപ്പിക്കുമ്പോൾ അച്ഛനൊന്നും വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതുലക്ഷ്മിയും പറഞ്ഞു, കൊള്ളാം അച്ഛൻ്റെ മോള് തന്നെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വേദ ഇത് കേട്ടു. വേദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് വരുന്നത്. വിക്രം കൊണ്ട് ആയിരുന്നല്ലോ, ശരി തന്നെയാ, അച്ഛൻ്റെ മോള് തന്നെ അവള്. വിക്രം ഇതുപോലെയാ, എന്തേലും ഒന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടായിക വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ വെറുതെ വിടില്ല, ഇടിച്ച് നിരപ്പാക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വേദയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഈ സമയത്ത് ദേവരാജന്റെ അടുത്തേക്ക് കുറച്ചൊരു ശെങ്കിടികൾ വരുവാണ്. അവന്മാർ വന്നിട്ട് പറഞ്ഞു, സാറേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്പം എന്താണെങ്കിലും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണ്ട. ഇനിയിപ്പം പിടിച്ചോണ്ട് പോയ തൊണ്ടി മുതൽ നമുക്ക് എത്തുന്നോടം വരെ എടോ അത് എൻ്റെ നഷ്ടപ്പെട്ടു പോകും. 30% പോകത്തുള്ളൂ, ബാക്കി നമുക്ക് തിരികെ പിടിക്കാമെന്ന് പറഞ്ഞു. എടാ 30% പോയിട്ടുണ്ടെങ്കിൽ അതിനാര് സമാധാനം പറയും? അത് പിന്നെ അതെങ്കിലും പോട്ടേന്ന് വെക്കണം. അത്രയും കൂടെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം സാറ് തൽക്കാലത്തേക്ക് ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നത് നല്ലത്. എടോ ആ സബ് കളക്ടർ ആരാന്ന് അന്വേഷിച്ചോ? അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സാർ ഇപ്പം അതിൻ്റെ പിന്നാലെ പോകണ്ട, അത് അപകടമാണെന്ന് പറഞ്ഞു. സാറിന് അടങ്ങ്, നമുക്ക് പണി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ദേവരാജൻ പറഞ്ഞു, ഞാൻ വിടില്ല ഒന്നിനെ. എൻ്റെ മുതൽ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കണക്ക് ഞാൻ എല്ലാത്തിനെയും കൊണ്ട് പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ സമയം വേദ മോളുടെ അടുത്ത് കഥ പറയാൻ ഒരുങ്ങുവാണ്. അല്ല എന്ത് കഥ അമ്മ പറയാൻ പോന്നേ? അതെ ഞാൻ പറയാൻ പോന്ന ഒരു രാജാവിൻ്റെ കഥ. രാജാവിൻ്റെയോ? രാജാവിൻ്റെ പേരെന്താ? വിക്രമോ? വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ. അതെ, ഒരു ദിവസം രാജാവ് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വെച്ചൊരു രാജകുമാരിയെ കണ്ടു. എന്നിട്ടോ രാജകുമാരിയെ ബലമായിട്ട് അവളുടെ കഴുത്തിൽ രാജാവ് താലി കെട്ടി. അതെന്തിനാ? അത് ബലമായിട്ട് കെട്ടി, രാജാവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് താലി കെട്ടി. പക്ഷേങ്കിൽ അവൾക്ക് രാജകുമാരിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നീട് പതുക്കെ പതുക്കെ രാജകുമാരി ആ രാജാവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ രാജകുമാരിയുടെ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? ഈ ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ അകറ്റാൻ നോക്കി. ഒടുവിൽ 2 പേരെ 2 രാജാവിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് രാജകുമാരി അവിടുന്ന് രക്ഷപ്പെട്ട് വളരെ ദൂരേക്ക് പോയി. എന്നിട്ടോ അവിടെ വെച്ച് രാജകുമാരി ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറഞ്ഞു. അവിടെ കുറെ നല്ല ആൾക്കാരുടെ നടുവിൽ എത്തിപ്പെട്ടത്. അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അല്ലപ്പോൾ രാജാവ് അറിഞ്ഞില്ലേ കാര്യം? രാജാവ് അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെയോ
രാജാവിന് എന്തു സംഭവിച്ചു? രാജാവിനെ ഒരു തടവറയിലാക്കി. അയ്യോ, അപ്പൊ കഷ്ടമുണ്ട്. അപ്പൊ രാജാവ് ഇനിയിപ്പം കുഞ്ഞിനെ അമ്മയും കാണാൻ വരത്തില്ലേന്ന് ചോദിച്ചു. വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ രാജാവ് തടവറ പൊളിച്ചിറങ്ങി വരുമെന്ന് പറഞ്ഞു. അതിനായിട്ട് രാജകുമാരി കാത്തിരിക്കുക. രാജകുമാരിയുടെ മോളും. അല്ല, രാജകുമാരിയുടെ പേരെന്താ? വേതാളം. അപ്പൊ കുഞ്ഞിന്റെ പേരോ? അത് മോൾക്ക് ഇഷ്ടപ്പെട്ട പേരിട്ടോ, മോളുടെ മനസ്സിലുള്ള പേരിട്ടോ. അല്ല, അവള് കുറുമ്പിയാണോ? നല്ല കുറുമ്പിയാ, മോളെ പോലെയൊക്കെ തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അതെ, കഥകളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അമ്മ എനിക്ക് നല്ല കഥ പറഞ്ഞു തന്നു. നാളെ പ്രസന്റ് ചെയ്യാനായിട്ട്, നാളെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും, കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഗൗരിമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. വേദ സേതുലക്ഷ്മി അമ്മയെ നോക്കി. പിന്നീട് അവൾക്ക് സ്കൂളിൽ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പെറുക്കി വെച്ച് അവളും താഴേക്ക് ഇറങ്ങി പോവാണ്. സേതുലക്ഷ്മി അമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളുണ്ടായി. വേദ പറഞ്ഞത് വേദയുടെ കഥ തന്നെയായിരുന്നു. അത് പക്ഷെ കുട്ടിക്ക് അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ അടുത്തേക്ക് സേതുലക്ഷ്മി അമ്മ വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല, സ്റ്റോറിയുടെ കുറെ ബുക്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കടയിൽ നിന്ന് കിട്ടും, പിന്നെ ഇങ്ങനെ സ്വന്തം കഥ തന്നെ ഇങ്ങനെ വലിച്ചേട്ടി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ മോളേന്ന് വേദയോട് ചോദിച്ചു. വേദ പറഞ്ഞു, അതെ, അതൊന്നും സാരമില്ലമ്മേ. അല്ല, അത് അവളുടെ മനസ്സിൽ കിടക്കട്ടെ. അല്ല, എപ്പോഴെങ്കിലും അവൾക്കത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നില്ലേ അത് അവളുടെ കഥയായിരുന്നെന്ന്? ആയിക്കോട്ടെ അമ്മേ, അതിനെന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിച്ചു. സേതുലക്ഷ്മി അപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് തരുൺ എന്ത് ചെയ്തു? രാധികയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നോക്കുവാണ്. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മയോട് കയറി ചെല്ലുന്നേ. ആ സമയത്ത് വേദയോട് ഗൗരി ചോദിച്ചു, അല്ലമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് പിന്നെ അച്ഛനും അമ്മയും ഡവേഴ്സ് ആണെന്ന് ചോദിച്ചു. ഡൈവേഴ്സ് ആണോ നിങ്ങൾ ചോദിച്ചതാണ്. അപ്പോഴേക്കും ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? എൻ്റെ ക്ലാസ്സിലെ അഭിലാഷിൻ്റെ അച്ഛനും അമ്മയും ഡവേഴ്സ് ആകുമ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒരിക്കലും ഒരുമിച്ചാണ് കിടക്കണേ. പക്ഷെ ഇവിടെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചല്ലല്ലോ കിടക്കുന്നേ. അതെന്താ നമ്മൾ ഒരുമിച്ച് കിടക്കാത്തെ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടതും ഗൗരിമോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, മോളുടെ അച്ഛനും അമ്മയും ഡവേഴ്സ് അല്ല കേട്ടോ, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ്. അവൾക്ക് സന്തോഷമായി. ആ സമയം സേതുലക്ഷ്മി അമ്മ തരുണിനോട് പറഞ്ഞു, എടാ മോനെ, നീ എന്തിനാ ഇപ്പം ഇതൊക്കെ എടുത്ത് നോക്കുന്നേ? അമ്മേ, മറന്നെന്ന് വിചാരിച്ചാലും അതൊന്നും അങ്ങനെ പോകത്തില്ലല്ലോ, എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. ഇപ്പം അവള് ഗൗരി വളർന്നു വരുന്നതോളം അവളെക്കാളും കൂടുതൽ അവളോട് അറ്റാച്ച്മെന്റ് അവൾക്കാണ്, വേദയ്ക്കാണ്. അവളെ നോക്കാനായിട്ട് വന്നതല്ലേ അവള്. അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. എടാ മോനെ, അത് പിന്നെ അവൾക്ക് അമ്മയില്ലാന്നൊരു ഫീലിങ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നാലും വേദയുടെ അറ്റാച്ച്മെന്റ്, എടാ അവള് സ്നേഹിച്ചോട്ടെ, നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നേ? അതെ, അവളിപ്പോൾ അച്ഛനെ അമ്മയായിട്ട് എന്നെയും വേദയെ കണ്ടുകൊണ്ടിരിക്കുന്നേ. അതിനിപ്പം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കാം, എന്താ ചിലപ്പോൾ മാറ്റേണ്ട വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. എന്താടാ മോനെ നീ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറയാതെ താനുണ്ട് മുറിവീട്ടം കൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നീട് വിക്രത്തിന്റെ കേസ് അങ്ങനെ കോടതിയിൽ വരുവാണ്. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, അല്ല, ഇങ്ങനെയൊരു കേസുമായിട്ട് വീണ്ടും വരുന്ന ഇത് അസാധാരണമായിട്ടൊന്നാണ്. കാരണം ഇപ്പൊ വിക്രം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും പെറ്റീഷൻ കൊടുത്ത് കേസ് കുത്തിപ്പോയിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എൻ്റെ പ്രതി നിരപരാധിയാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്തേ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അപ്പോഴേക്കും ദർശൻ പറഞ്ഞു, വിസ്താരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പം ആരെ വിസ്തരിക്കാൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ കോടതി അതിന് അനുമതി കൊടുത്ത് ജഡ്ജ് ഒടുവിൽ ജോബിനെയാണ് അങ്ങോട്ട് വിസ്തരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ജോബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, ഈ പറയുന്ന ജോബിയെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് ജോബി മൊഴി കൊടുത്തിട്ടുള്ളതാണ്, അതും വിക്രത്തിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അന്ന് ജോബിയെ കുറിച്ച് പറഞ്ഞത്, ജോബി പാവങ്ങളെ സഹായിക്കുന്ന, ഒത്തിരി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഈ പറയുന്ന ജോബി അയാളുടെ അച്ഛനും ഒരു തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. പാവങ്ങളെ പറ്റിച്ച് 10 കോടി രൂപയോളം കൈക്കലാക്കിയ കേസിൽ അവരിപ്പം അകത്ത് കഴിയുകയാണ് എന്നൊക്കെ ഇങ്ങനെ കോടതി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദർശനം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതും പറഞ്ഞിട്ട് അയാൾ കണ്ട കാര്യങ്ങൾ സത്യമല്ലെന്നാവത്തില്ലല്ലോ, അയാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അയാള് അന്ന് ആ കാര്യങ്ങൾ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അയാളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ പറഞ്ഞു, അതാ പറഞ്ഞത്, കാരണം വിക്രം അന്ന് ആ സ്ഥലത്ത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെതിരെ മൊഴി കൊടുത്ത ആളാണ്. അപ്പൊ ഇയാളെ എനിക്കൊന്ന് ഒന്നുകൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ടാണ് ഇയാളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശങ്കരനാരായണൻ വിസ്തരിക്കാനായിട്ട് തുടങ്ങി ജോബിയെ.
ജോബിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ജോബി ആകെപ്പാടെ ആദ്യം ഒന്ന് പതറി. പിന്നീട് ചോദിച്ചു, ജോബി കണ്ടായിരുന്നോ വിക്രം ചന്ദ്രശേഖരനെ വെടിയുതിർക്കുന്ന കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കണ്ടതാ. അല്ല, അതിലുള്ള തോക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. പോക്കറ്റിൽ നിന്ന് തോക്കെടുത്തിട്ടാണ് വെടിയുതിർത്തേന്ന് പറഞ്ഞു. അല്ല, ഈ പറയുന്ന വിക്രം വരെ അവിടേക്ക് എങ്ങനെയാ വന്നത്? അവര് വണ്ടിക്കായിരുന്നു വന്നേന്ന് പറഞ്ഞു. ഓ, അല്ല, നിങ്ങളപ്പോൾ അവിടെ എങ്ങനെയാന്നേ? അത് ശ്രീകാന്ത് സാറും ചന്ദ്രശേഖർ സാറും ഇവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. ഓ, ആരുമില്ലാത്ത ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയില്ലേ? ജോബിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ, ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടോ എന്ന് ചോദിച്ചു. അല്ല, അവിടെ വെച്ച് പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് വിക്രം വെടിയുതിർത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് മുമ്പ് സേതു മൊഴി കൊടുത്തിട്ടുണ്ട്. സേതു വിക്രത്തെയും വേദയും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരോട് പാസ് ചെയ്യുന്ന പോകുന്ന സമയത്ത് കണ്ണീർമല വെച്ച് അവരെ ഉപദ്രവിക്കുന്ന കണ്ടു. അങ്ങനെ സേതു അതിനകത്ത് കയറി ഇടപെട്ടു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ സേതു മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെ റെക്കോർഡിലുള്ളതാന്ന് പറഞ്ഞു. പക്ഷേങ്കില് ഈ നിൽക്കുന്ന ജോബി പറയുന്നത് അങ്ങനെയല്ല. അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവര് അവിടേക്ക് വരുക ചെയ്തേ. ശരിയാണോ ജോബി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യവാ. ഞാൻ കോടതി മുമ്പാകെ പറയുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞു. അല്ല, എപ്പോഴാണ് പിന്നെ വിക്രം വെടി ഉതിർത്തേന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രം ആദ്യം അനിയൻകുട്ടനെ വെടിവെച്ചു. അതിനുശേഷം ചന്ദ്രശേഖരനെ വെടിവെക്കുമായിരുന്നു. അല്ല, അപ്പം ജോബി എവിടെയായിരുന്നു? ഞാൻ പേടിച്ചു പോയി ഒരു മരത്തിന്റെ ചോട്ടില് പോയി നിന്നെന്ന് പറഞ്ഞു. അത് ശരിയാ. ആ പറഞ്ഞത് മാത്രം ശരിയായിട്ടുള്ള കാര്യമാണ്. പേടിച്ചു ജോബി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചെന്ന അവസാനത്തെ കാര്യം. അതല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ദർശൻ അപ്പുറത്തേന് നിന്ന് എതിർത്തു. ഇത് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയാന്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, ഈ പറയുന്ന അവരാരും അപ്പോഴൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം അവർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ജോബി നിൽക്കുന്ന മരത്തിന്റെ മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു സർവൈലൻസ് ക്യാമറ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ ഒരു ക്യാമറ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തും ജോബിയൊക്കെ അറിയണേ. ജോബി എന്ത് ചെയ്തു? ആ ക്യാമറ പോയി എടുത്തു. ശ്രീകാന്ത് ആ ക്യാമറ നശിപ്പിക്കണം എന്നൊക്കെ ജോബിയോട് പറഞ്ഞു. പക്ഷെ ജോബി അത് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. എപ്പോഴെങ്കിലും ശ്രീകാന്തിനെതിരെ ആയുധമായിട്ട് പ്രയോഗിക്കാന്ന് കരുതിയിട്ട്. ജോബിയുടെ വീട്ടില് ഈ കോടികളുടെ തട്ടിപ്പ് കേസ് റെയ്ഡ് നടത്തുന്ന സമയത്താണ് ഈ സർവൈലൻസ് ക്യാമറ കിട്ടിയത്. അങ്ങനെ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്നുള്ളത്. ഈ പറയുന്ന ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിയുതിർക്കുമായിരുന്നു. അതൊക്കെ ക്യാമറയിൽ വ്യക്തമായിരുന്നു. അതിനുശേഷം വിക്രവുമായിട്ട് പിടിവെടി ഉണ്ടാകുന്ന സമയത്തായിരുന്നു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേ. ശ്രീകാന്ത് വിക്രത്തിനെ പിടിച്ച് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ അവിടേക്ക് വന്നു. അങ്ങനെ വിക്രത്തിനെതിരെ വെടിയുതിർത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അത് ചന്ദ്രശേഖരന്റെ കൊള്ളുമായിരുന്നു. ശ്രീകാന്താണ് അത് ചെയ്തത്. പിന്നെ ആ ഒരു തോക്കിന്റെ കാര്യം, അത് ആ തോക്ക് പുളിക്കനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശ്രീനിവാസന് മനസ്സിലാവും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസന്റെ തോക്കുന്നുണ്ടായിരുന്ന വെടിയുണ്ടകളാണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയെന്നായിരുന്നു പറയണേ. പക്ഷേങ്കിൽ ആ തോക്ക് പുളിക്കൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പുളിക്കൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുളിക്കന്റെ കയ്യിൽ നിന്ന് അത് ഇവര് അടിച്ചു മാറ്റിയതാണ്. അപ്പൊ അതിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല വ്യക്തമായിട്ട് അന്വേഷണം വേണം. പിന്നെ അത് മാത്രമല്ല, പ്രതിയെന്ന് കരുതി ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞ വിക്രത്തിന് മോചനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശങ്കരനാരായണൻ അവസാനിപ്പിക്കുകയാണ്. ദർശൻ വരെ ഞെട്ടി നിന്ന് പോയി. ഒരു നിമിഷം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ആ ക്യാമറ ദൃശ്യങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ വിചാരണയെ കഴിഞ്ഞ് വിക്രം പുറത്തേക്ക് വരുമ്പോഴത്തേനും ശങ്കരനാരായണൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് വരണ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു, ഉറപ്പായിട്ടും നമ്മൾ ഈ തവണ ജയിക്കും. വിധി എന്താണെങ്കിലും നിനക്ക് അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എടാ മോനെ, സത്യം എപ്പോഴാണെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും. നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഈ വിസ്ഥാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു, സാറേ, ഞാനിപ്പോൾ ഇവനെ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല, ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിക്രമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിക്രം ചോദിച്ചു, അച്ഛാ, ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് വേദ അറിയുമോ? വേദ എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ അവളെ കണ്ടിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും കണ്ടായിരുന്നു ഇവിടുന്ന് പോയതിന് ശേഷം. ഒരുപക്ഷെ ഞാൻ പുറത്തിറങ്ങാമെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ വരുമായിരിക്കും അല്ലേ? അല്ല, അച്ഛനെങ്ങാനും വിളിക്കുവാണെങ്കിൽ അച്ഛനൊന്ന് പറയുമോ? ഞാൻ ഇറങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഒരു നിമിഷം ഇങ്ങനെ ശങ്കരനാരായണൻ ഒന്ന് ആലോചിക്കുകയാണ്. വിക്രം പറഞ്ഞു, ചിലപ്പോൾ ഇനിയിപ്പോൾ അവള് വേറെ എവിടെയെങ്കിലും നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അവൾക്ക് തോന്നിക്കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു.
അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു, എടാ മോനെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? എന്റെ മനസ്സിൽ ഇപ്പോഴേ ഒരു ജീവപര്യന്തം കിട്ടിയെന്ന്, ഞാനത് അനുഭവിച്ചു തുടങ്ങിയെന്ന്. അവിടെ നിന്നല്ലേടാ നമ്മൾ ഇവിടം വരെ എത്തി നിന്നേ. അതുകൊണ്ട് നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ശരിയാകൂന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിന് ആത്മവിശ്വാസം കൊടുത്തിട്ട് ശങ്കരനാരായണൻ അവിടെ നിൽക്കുമ്പോഴത്തേനാണ് ശ്രീകാന്ത് ഇറങ്ങി വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ഓ മരുമോനെ പുറത്തിറക്കിയിട്ട് എന്നെ അകത്തിട്ട് പൂട്ടാന്ന് വിചാരിച്ചല്ലേ? എടാ എന്താ സംശയിരിക്കുന്നേ? തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. അവൻ തെറ്റ് ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയാം. ഓ അപ്പൊ ഇനിയിപ്പം ദേ മോളെയും കൊണ്ടുവന്ന് അവരെ രണ്ടുപേരെയും കൂടെ ഒന്നാക്കിയിട്ട് അവർക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ഈ പീരീഡ് ആ സമയത്തിനുള്ളിൽ അപ്പം അയാളുടെ പേര് ശ്രീകാന്തിന്റെ പേരിലേക്ക് കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം വേദയ്ക്ക് കുഞ്ഞുണ്ടാവാത്ത സാഹചര്യത്തിൽ ഇത്ര കാലത്തിനുള്ളിൽ അയാളുടെ സ്വന്തമാവും. പക്ഷെ ഇപ്പൊ ശ്രീകാന്തിന് മനസ്സിലായി അതൊരു ചതിയായിരുന്നെന്ന്. അപ്പൊ ആ പീരീഡ് കഴിയുന്നതിന് മുമ്പ് അവർക്ക് രണ്ടുപേരും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ സ്വത്തുക്കൾ കൈക്കലാക്കാന്നായിരിക്കും വിചാരമല്ലേ? അത് കേട്ടപ്പോ ശങ്കരനാരായണൻ പറഞ്ഞു, വേദ വരൂടാ, വേദ വരും, അവർക്ക് ഒരു കുഞ്ഞും ഉണ്ടായിരിക്കും. കണ്ടോ, നീ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കുഞ്ഞു വരും, കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അവർക്ക് തന്നെ സ്വത്തുക്കളെ കിട്ടും. ഇതൊക്കെ എൻ്റെ ഒരു അടവ് മാത്രമായിരുന്നില്ല, കുറച്ചു കാലത്തേക്ക് നിന്നെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിട്ട്. നീ എന്താ വിചാരിച്ചേ? അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല. വെടിപ്പായിട്ട് കാര്യങ്ങൾ നടത്തുന്ന നല്ല പിള്ളേരുണ്ട്, എനിക്കറിയാടാ. നീ അതുമല്ല അതിലപ്പുറം ചെയ്യുമെന്ന്. നിന്നെ മകനായിട്ട് ഇപ്പൊ ഞാൻ കൂട്ടുന്നില്ല. കാരണം എൻ്റെ മകൻ എന്നേ മരിച്ചുപോയി. ഇപ്പൊ എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ, അത് വേറെ ആരുമല്ല, വിക്രം. അവനെ പുറത്തിറക്കണം, അവനോടൊപ്പം ജീവിക്കണം, അവനോടും വേദയോടൊപ്പം ജീവിക്കണം എന്ന് ഒരു ആഗ്രഹം മാത്രം എൻ്റെ മനസ്സിലുള്ളൂ. അത് നിനക്കാണ് മനസ്സിലാകാതെ പോയെന്ന് പറഞ്ഞു. നമുക്ക് കാണാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ വെല്ലുവിളിക്കുവാണ് ശ്രീകാന്ത്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഞാൻ ജീവനോടെ ഉണ്ടെന്ന് നടക്കത്തില്ല. ആര് പറഞ്ഞു? ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിലേക്ക് പോയതാ വിക്രം. എന്നിട്ട് അവന് പുറത്തിറങ്ങാൻ പോവല്ലേ? അപ്പൊ പിന്നെയോ അത് നടന്നില്ലേ? അപ്പൊ ഇതും നടക്കൂന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ശങ്കരനാരായണൻ പോയി കാറിലേക്ക് കയറി. ശ്രീകാന്തിന് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. പിന്നീട് ശ്രീകാന്ത് SI സാബുവിനെ പോയി കാണുവാണ്. അങ്ങനെ അവരോട് സംസാരിക്കുന്ന സമയത്ത് സാബുവിനോട് പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ട്, അച്ഛൻ എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. ഇനിയിപ്പം ഈ പറയുന്ന വേദയുടെ കുഞ്ഞിനെ എവിടെയെങ്കിലും അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? സാർ എന്ത് മണ്ടത്തര പറയണേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ? ഇത്രയും കാലം അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊന്നുമില്ല. സാറ് ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ചു മനസ്സിലിങ്ങനെ ടെൻഷൻ ആക്കുന്ന. എടോ അതല്ല, ഇനി എങ്ങാനും ആ വിക്രം തിരിച്ചെത്തി കഴിയുമ്പോൾ വേദയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞു പറക്കും. അത് എനിക്ക് പണിയായിട്ട് വരും. സാറേ, സാർ ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. വിക്രത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. വിക്രത്തിന്റെ കഥ അങ്ങോട്ട് കഴിച്ചാൽ മതി. അതെ, അത് തന്നെയാണ് എൻ്റെ ഒരു ആശ്വാസം. വെടിപ്പായിട്ട് അവന്റെ കഥ കഴിക്കണം. അതിനുള്ള പിള്ളേരൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോഴേക്ക് സാബു പറഞ്ഞു, നേരിട്ട് അവനോട് മുട്ടാൻ പോകണ്ട, ആൾക്കാരെ വിട്ടാൽ മാത്രം മതി, അവന്റെ കഥ കഴിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈ കോർക്കുവാണ്. അങ്ങനെ ഒടുവില് വിക്രം ജയിൽ മോചിതനാവുകയാണ്. വിക്രത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വം വന്നിട്ട്. അങ്ങനെ വിശ്വത്തിന്റെ അടുത്തേക്ക് വിക്രം വരുവാണ്. വിക്രം വന്നു കഴിഞ്ഞിട്ട് വിശ്വത്തിനോട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർശനും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, ആ നീ പോയില്ലല്ലോ അല്ലേ? കൃത്യസമയത്ത് തന്നെ എന്താണെങ്കിലും ഞാൻ എത്തി. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാടാ. നിന്റെ ഇറക്കം നിനക്ക് അതേ കാലം പുറത്തെങ്ങനെ സൂഹിക്കാൻ പറ്റില്ലടാ. ഇനിയിപ്പൊ അകത്ത് കിടന്ന് നീ സൂഹിക്കൊന്നും വേണ്ട. നിനക്കിട്ടുള്ള പണി ഞങ്ങൾ പുറത്തൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, നീ അങ്ങ് ഒന്നുകൂടെ അങ്ങോട്ട് കൊഴുത്തുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പനായല്ലോ, അതെങ്ങനെയാ? ജയിലിലെ വാസമല്ലേ, നല്ല ഫുഡും കാര്യങ്ങളും, കൈ നിറയെ പൈസയും കാണുമല്ലോ. അത് കേട്ടപ്പം ദർശൻ പറഞ്ഞു, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ശ്രീകാന്തെ? ഇഷ്ടം പോലെ പൈസയും കാണും. അവനവിടെ വെറുതെ ഇരിക്കുവായിരുന്നില്ലല്ലോ, ജോലി ചെയ്യുമായിരുന്നല്ലോ. എടാ, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കൊന്നും വേണ്ട. നിന്നെ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി നീയാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത്ര സമയം വിക്രം മിണ്ടാതിരുന്നു. വിക്രം പറഞ്ഞു, എൻ്റെ ദർശ, ഇപ്പോഴും നീ ഇത് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ ഒരു കളിപ്പാവിയായിട്ടാണ് ഈ ശ്രീകാന്ത് കൊണ്ടുനടക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാനാണ് നിന്റെ അച്ഛനെ തീർത്തെന്നാണോ നീ വിചാരിക്കുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ ശരിക്കും ഒരു പാവ പോലെ കൊണ്ടുനടന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഈ ശ്രീകാന്താ. എടാ ശ്രീകാന്തേ, ഞാൻ പുറത്തിറങ്ങിയത് വെറുതെ ഒന്നുമല്ല, നിനക്കറിയാലോ. ഇത്രയും നാൾ നീ എന്നെ ദ്രോഹിച്ചു, പക്ഷെ ഇനി അതും നടക്കില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, നിന്നെയും കാണിച്ചു തരടാ, നിന്നെയും വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നുമില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ദർശനെ കുറിച്ച് പലവട്ടം ജയിലിൽ കിടന്നപ്പോൾ ആലോചിച്ചു, ദർശൻ എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നെന്ന്.
പിന്നെ ഞാൻ ഓർത്തു അന്നത്തെ പഴയ ദർശനാണോ ഇപ്പോഴത്തെ ദർശനാണോ ഒറിജിനൽ എന്ന്. പിന്നെ എനിക്ക് തോന്നി ഇപ്പോഴത്തെ ദർശനാണോ ഒറിജിനൽ. ഇത്രയും കാലം നീ ഞങ്ങളുടെ മുന്നിൽ മുഖം മൂടി അഭിനയിച്ച് നടക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതേടാ, അത് തന്നെയാ. ഞാനും മനസ്സിൽ പല പ്ലാനുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വേദവായിട്ട് നിന്റെ ഒളിച്ചോട്ടും മറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ എനിക്ക് നിന്നെ വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അച്ഛന്റെ മരണം നിന്റെ പിന്നാലെ തന്നെ ഞാനുണ്ട്. അതെനിക്കറിയാടാ. ഇപ്പൊ എന്താണെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോണം. എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. വാ വിശ്വേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വത്തിനോടൊപ്പം വണ്ടിയിലേക്ക് പോയി കയറി. അല്ല, വിശ്വേട്ടൻ പുതിയ വാഹനമൊക്കെ എടുത്തോ? അതെ, ഈ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പുതിയൊരു വണ്ടി മേടിക്കേണ്ട വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ശ്രീകാന്ത് ദർശനോട് പറഞ്ഞു, എടാ നീ പേടിക്കൊന്നും വേണ്ട, അവന് പ്രിയപ്പെട്ട ആൾക്കാരെ തന്നെ ഇല്ലാതാക്കി നമുക്ക് തുടക്കം കുറിക്കാന്ന് പറയണം. അങ്ങനെ അവര് പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവര് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ചോദിച്ചു, അല്ല ഇതെന്താ പുതിയ വീടാണോ എന്ന് ചോദിച്ചു. അതെ, വാടകയ്ക്ക് എടുത്ത വീടാ. അല്ല, എത്ര നാളായി? അത് കുറച്ച് നാളായെന്ന് പറഞ്ഞു. അച്ഛനിവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് എനിക്ക് തിരികെ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ അവസാനം വരെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വിക്രം, പക്ഷെ സാധിച്ചില്ല. അല്ല, അപ്പം വിനയേടനൊക്കെയോ? അതിങ്ങനെയാ, വീട് ജപ്തിയാവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരതിന് ഒരാഴ്ച മുമ്പ് സ്ഥലം വിട്ടു. ഇപ്പോഴവിടെ ഒരു 5-6 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ എന്തോ വീട് വെക്കുമെന്നോ മറ്റോ അറിഞ്ഞു. കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഇങ്ങോട്ടേക്ക് വരാറൊന്നുമില്ലേ? എവിടെന്ന്? ഇപ്പോഴങ്ങനെ വരാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമായിരുന്നു. അത് നന്ദിനിയെയും കൂട്ടിക്കൊണ്ടാ വരുന്നേ. അങ്ങനെ വരുന്ന സമയത്ത് നന്ദിനിയുടെ സ്വഭാവം അറിയാലോ, അച്ഛനോട് ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇനി നീ നന്ദിനിയെ കൂട്ടിക്കൊണ്ട് വരണ്ട, തനിച്ച് വന്നാൽ മതിയെന്ന്. അതോടുകൂടി വരവും നിന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ശ്രീജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആഹാ, വന്നിട്ട് രണ്ടുപേരും വർത്താനം പറഞ്ഞോണ്ടിരിക്കണം. വാ, കേറി വാ, അകത്തേക്ക് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജ വിളിച്ചു. പിന്നീട് ശ്രീജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ശ്രീജയുടെ അടുത്ത് നന്നായിട്ടും മെലിഞ്ഞു പോയല്ലോ. എടാ വിക്രം, അവക്ക് നല്ല ജോലിയുണ്ട്. കാരണം ഞാനിങ്ങനെ ഇതൊക്കെ ആയിട്ട് ഐറ്റംസ് ഒക്കെ ആയിട്ട് കടയിലേക്ക് പോയാലും അവള് വേണം മില്ലിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയല്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല വിക്രം, വാ കയറി വാ എന്ന് പറഞ്ഞു. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാഷിന്റെ മുറിയുടെ അങ്ങോട്ട് കൊണ്ടുപോയില്ലാണ്. അവിടെ ചെന്നപ്പോഴത്തേന് സ്റ്റിക്ക് ഇരിക്കുന്നുണ്ടു. ആ സമയം സുധാകരൻ മാഷ് കിടക്കണം. അല്ല, അച്ഛനെ എഴുന്നേക്കാനായിട്ട്. അതെ, അച്ഛന് എഴുന്നേറ്റ് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നടക്കുകയൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിരിക്കുക, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ വിക്രം ചെന്നിട്ട് അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് കണ്ണൂർന്ന് വിക്രത്തെ ഒന്ന് നോക്കി. ഭയങ്കര സന്തോഷമായി മാഷിന്. അങ്ങനെ മാഷ് പതുക്കെ അവിടെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്കും വരണമെന്നുണ്ടായിരുന്നു. നീ വരുന്നതും കാത്ത് ഞാനിവിടെ ഇരിക്കുമായിരുന്നു. നീ പുറത്തിറങ്ങുന്ന സമയത്ത് ആ ഗേറ്റിനോട് വന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യസ്ഥിതി അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, ഇത്രയും സമയം നീ വരുമെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുമായിരുന്നു. അവസാനം നോക്കിയിരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ കിടന്ന അങ്ങോട്ട് മയങ്ങിപ്പോയതാന്ന് പറഞ്ഞു. പിന്നെ മാഷ് ചോദിച്ചു, അല്ല എന്ത് നിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇതേന്നും പറഞ്ഞുകൊണ്ട് വിക്രം എടുത്ത് കാണിക്കുവാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, ബിരുദാനന്തര ബിരുദത്തിന്റെ. അങ്ങനെ മാഷ് അത് വായിച്ചു. വിക്രം സുധാകരന് ഭയങ്കര സന്തോഷമായ മാഷിന്. അതെ, നീ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളുണ്ടായിരുന്നു, കമലയ. നീ ഒരു കാര്യം ചെയ്യുക, ആ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ഇത് കൊണ്ടേ വെക്ക്, അമ്മയുടെ മനസ്സ് നിറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം ആ ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ടേ ആ സർട്ടിഫിക്കറ്റ് വെക്കുകയാണ്. എന്നിട്ട് കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു. അതെ, നീ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അവളായിരുന്നു. ഈ സന്തോഷമൊന്നും കാണാനായിട്ട് അവളില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആഹാരം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവര്. ശ്രീജ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ വിക്രം പറഞ്ഞു, ഏടത്തി എന്തിനാ നിൽക്കുന്നത്, ഏടത്തിയും കൂടെ വന്നിരുന്ന് കഴിക്കുക. മാഷ് പറഞ്ഞു, അതെ മോളെ, നീയും കൂടെ വന്നിരുന്ന് കഴിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിക്രം ചോദിച്ചു, അല്ല അപ്പൊ മോൾ എന്തേന്ന് ചോദിച്ചു. അവള് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതെന്താ അത്രയും താമസം? അവള് +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അത്ര ആയ അവള്? പിന്നല്ലാതെ. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അവള് നന്നായിട്ട് പഠിക്കൂടാ. വിശ്വ ആണെങ്കിലും അതുപോലെ തന്നെ ശ്രീജ ആണെങ്കിലും അവളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വിശ്വം പറഞ്ഞു, അതെ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, പക്ഷെ അവളെങ്കിലും അത് സാധിച്ചെടുക്കട്ടെ. എങ്ങനെയൊക്കെയാണല്ലോ അവളെ പഠിപ്പിച്ച് നല്ലൊരു കരക്കെത്തിക്കണം ഞങ്ങളുടെ ആഗ്രഹം. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, 2 ടേം കൂട്ടുമുട്ടിക്കാനായിട്ട് വിശ്വവും ശ്രീജ നല്ല പെടാപ്പാട് വിടുന്നുണ്ട്. ശ്രീജയുടെ കാര്യം അങ്ങനെ തന്നെയാ. തൊഴിലാളികൾക്കൊക്കെ ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അധികമൊന്നും മിച്ചം ഉണ്ടാകത്തില്ല. അത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല വിക്രം എന്നോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം കഴിക്കാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ
മാഷ് ചോദിച്ചു, എന്താടാ നീ എന്താ കഴിക്കാത്തെ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ഇത്തിരി അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വിക്രം അടുത്തേക്ക് എന്നപ്പത്തിന് മാഷു വാരി കൊടുക്കുകയാണ്. കഴിക്കടാ, ഇതൊക്കെ കാണാനായിട്ട് നിന്റെ അമ്മയില്ലാതെ പോയല്ലോ. ജീവിച്ചിരുന്നപ്പോൾ അവൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേങ്കിൽ അന്ന് അവൾക്ക് സന്തോഷം ഉണ്ടായില്ല. ഇന്ന് അവൾ മുകളിലിരുന്നെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വിക്രത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം വിക്രത്തിന് ഭയങ്കര വിഷമമായി ആ സമയത്ത്. പിന്നീട് കളക്ടർ വേദയും തരുണിനെയും ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ ദേവരാജനും ഉണ്ട്. അപ്പൊ അയാളുടെ കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ വേദയോട് കളക്ടർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വേദ പറഞ്ഞു, സാറേ ഞാൻ എന്തായാലും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഒറ്റ രാത്രി കൊണ്ട് ആ പറയുന്ന മയക്കുമരുന്ന് ഹെറോയിന് അത് വെറും പഞ്ചസാര പൊടിയായിട്ട് മാറി. എന്തൊക്കെ മായാജാലങ്ങളല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാർക്കോട്ടിക്ക് പിടിച്ച ആ സംഭവങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ ആയി മാറണമെങ്കിൽ അതിന്റെ പിന്നിലെ കളികളൊക്കെ എനിക്ക് എന്തായാലും ചിന്തിക്കാവുന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, പോലീസിന്റെ കയ്യിലുണ്ടാകുന്ന ആ സാമ്പിൾ തെളിവുണ്ടല്ലോ, അതെന്താണല്ലോ അതായിട്ട് മാറിയിട്ടില്ലല്ലോ. അപ്പോഴേക്കും കളക്ടർ പറഞ്ഞു, വേദേ ഇനിയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അപ്പോഴേക്കും ദേവരാജന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ പറഞ്ഞു, അതെ മാഡം, ഈ പറയുന്ന ദേവരാജ് സാറിനെ പഞ്ചസാര ഫാക്ടറി അതുപോലെ ഷുഗർ കമ്പനിയൊക്കെ ഉള്ളതാ. അപ്പൊ പിന്നെ അവിടുത്തെ ഗോഡൌൺ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പൊടിയല്ലേ കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, അതെന്താന്ന് ഞാൻ തെളിയിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും തരുണിനോട് കളക്ടർ പറഞ്ഞു, വേദ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. വേദ പറഞ്ഞു, എന്താണെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പിന്നോട്ടില്ല. ഈ കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ച. സാറിന് വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇല്ല. പിന്നെ വേദ അങ്ങ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും തരുണിനോട് കളക്ടർ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. തരുൺ പറഞ്ഞു, എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. ദേവരാജൻ പറഞ്ഞു, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത്ര ചെറിയ പ്രായത്തിലെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തരുൺ പറഞ്ഞു, അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാന്. എന്നെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് തരുണും എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. പിന്നീട് വേദ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഗൗരിമോള് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛമ്മ ഇപ്പൊ പറഞ്ഞോളൂ അമ്മ വരുമെന്ന്. അങ്ങനെ വേദയെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കേട്ട് പറഞ്ഞു, ഇന്ന് ഞാനേ സ്റ്റോറി ടെല്ലിങ് ഫസ്റ്റ് പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞു. ആണോ? അതേന്നേ. ആ നീനയൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് രാമയുടെ മോളിന്റെ കഥയാ പറഞ്ഞേ. എന്റെ കഥയാ നല്ല കഥയെന്നാ ടീച്ചർ പറഞ്ഞേ. ടീച്ചർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീനയൊക്കെ ശരിക്കും ചമ്മിപ്പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേദ പറഞ്ഞു, ആഹാ, നിനക്ക് നീനോട് ഇത്തിരി ദേഷ്യം ഉണ്ടല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. നമ്മള് ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. അങ്ങനെ വെച്ചോണ്ടിരുന്ന അത് വളർന്ന് വലുതാവും. അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതെ, അമ്മ പറഞ്ഞ കഥയുണ്ടല്ലോ, അല്ല ആ കഥയിലെ എപ്പോഴെങ്കിലും ആ രാജാവ് പുറത്തിറങ്ങുവോ? തടവറ പൊളിച്ച് ഇറങ്ങിയപ്പം ബാക്കി എല്ലാരും വന്ന് രക്ഷിക്കുമായിരിക്കും ഇല്ലേ? രാജ്ഞിയെ കുഞ്ഞിനെ എല്ലാം രക്ഷിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. രക്ഷിക്കുമെന്ന് പറഞ്ഞു. അതെപ്പോഴാ അമ്മയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വേദ ഇങ്ങനെ ആലോചിക്കുക, ഉടനെ എന്നെ രക്ഷിക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുമ്പോഴത്തേനും വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. താൻ പറഞ്ഞ തന്റെ ഒറിജിനൽ സംഭവം കുഞ്ഞിന്റെ വിചാരം അതൊരു കഥയാന്നാണ്. പക്ഷെ അത് അവളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.